വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോഴുള്ള വജൈന ഡിസ്ചാർജും അതുപോലെ പീരിയഡ്സ് അടുക്കുന്നതിന് മുൻപുള്ള തൊട്ട് മുൻപുള്ള വജൈന ഡിസ്ചാർജും എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളൊരു വിഷയത്തിനെ പറ്റിയിട്ടാണ്. വജൈന ഡിസ്ചാർജ് അതായത് നമുക്ക് യോനിയിൽ നിന്ന് വരുന്ന സ്രവം. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഓരോ സ്റ്റേജിലും ഓരോ തവണയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള യോനിയിൽ നിന്ന് സ്രവങ്ങൾ പുറപ്പെടുവിപ്പിച്ചുകൊണ്ടിരിക്കും. യോനി നമ്മൾ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു എഗ് വൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലുള്ള സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പീരിയഡ്സ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് ഇത്തരത്തിലുള്ള സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രഗ്നൻ്റ് ആകുമ്പോൾ സെർവിക്കൽ മ്യൂക്കസ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലോട്ടുള്ള നമ്മുടെ സർവിക്സിൻ്റെ ഭാഗത്തോട്ടുള്ള നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഇമ്പ്രൂവ് ആകും. ഇത്തരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്നതും അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള അണുക്കൾ പ്രവേശിക്കുന്നതും നമുക്ക് നമ്മുടെ വജൈനയൊക്കെ തടയണം എന്നുള്ളത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക തരം വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലവും ഇത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ് നമുക്ക് സ്വാഭാവികമായിട്ട് കാണാറുണ്ട്. ഏറ്റക്കുറച്ചിലല്ല, ഏറ്റവും കൂടുതൽ വജൈനൽ ഡിസ്ചാർജ് ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മളിൽ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടുമ്പോഴും ഇത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജുകൾ കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് നമുക്ക് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ സമയത്ത് ഉണ്ടാകുന്നത് പോലെ പച്ചമുട്ടയുടെ വെള്ള കണക്കെയുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും. നമുക്ക് നല്ലതുപോലെ വലിച്ചു നീട്ടാൻ കഴിയുന്ന സെർവിക്കൽ മ്യൂക്കസിനകത്ത് നമുക്ക് വൈറ്റ് കളറിലൊരു ഷെയ്ഡും അനുഭവപ്പെടും. ഒന്നുകിൽ വൈറ്റ് കളറിലുള്ള ഡോട്ടിനകത്ത് എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും. അതല്ലെങ്കിൽ ഫുൾ വൈറ്റ് ആയിട്ടുള്ള, അതായത് ഒരു മിൽക്കി വൈറ്റ് ആയിട്ടുള്ള കളറിൽ നമുക്ക് നല്ലതുപോലെ വലിച്ചു നീട്ടാൻ സാധിക്കുന്ന നല്ലതുപോലെ വഴുവഴുപ്പുള്ള ടൈപ്പുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഉണ്ടാവുന്നത്. പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീക്ക് വജൈനൽ ഡിസ്ചാർജ് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ലൈവ് ഡെമോ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ യൂട്യൂബിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടൊരു ലൈവ് ഡെമോ കാണിച്ചിട്ടുള്ളത് ആ ഒരു വീഡിയോയിലാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൻ്റെ ലിങ്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ദിജോസ് വേൾഡ് പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജ് ലൈവ് ഡെമോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി പീരിയഡ്സ് ആകുമ്പോഴുള്ള വജൈനൽ ഡിസ്ചാർജ് എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. പീരിയഡ്സിന്റെ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിട്ടുള്ള, ഒരുപാട് നമുക്ക് വലിച്ചു നീട്ടാൻ സാധിക്കാത്ത തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ്, ഒരു ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള കളറിലോ അല്ലെങ്കിൽ ഒരു ക്രീമിന്റെ ഒരു ടെക്സ്ചറിലോ ഉള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഈ ഒരു സമയത്തും കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി എപ്പോ മുതലാണ് ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് നമുക്ക് കാണപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം, അതായത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 12 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും. ആ 12 ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ നമ്മുടെ പീരിയഡ്സിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഒരു 2-3 ദിവസം ഉണ്ടാവുമല്ലോ. ഈ 3ാമത്തെ ദിവസം മുതലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ പീരിയഡ്സിന് സമാനമായിട്ടുള്ള ഒരു വജൈനൽ ഡിസ്ചാർജ് കണ്ടുവരുന്നത്. ആ സമയമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ആ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഒന്ന് ഡ്രോപ്പ് ആവും. കാരണം പ്രൊജസ്ട്രോൺ ഹോർമോൺ ഒന്ന് ഡ്രോപ്പ് ആയിട്ട് വേണം നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവാനായിട്ടുള്ള ഒരു സിഗ്നൽ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഒന്ന് ഡ്രോപ്പ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജുകൾ നോർമലി കണ്ടുവരാറുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് നമുക്ക് അനുഭവപ്പെടുന്നത് പീരിയഡ്സ് ആകാൻ പോകുന്നതിന് ഒരു 2 ദിവസമോ മാക്സിമം ഒരു 3 ദിവസമോ ഒക്കെ മുൻപായിരിക്കും ഉണ്ടാവുന്നത്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിന് സ്മെല്ല് ഉണ്ടാവുമോ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇതിന് ശരിക്കും നമുക്കൊരു സ്മെല്ല്, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല. നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് അങ്ങോട്ട് സ്മെല്ല് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്മെല്ല് ചിലപ്പോൾ ഇതിന് കിട്ടുമായിരിക്കും. അതല്ലെങ്കിൽ ഇതിന് അങ്ങനെ എന്താ പറയാ, നമുക്ക് ഒരു ദുർഗന്ധം പറയുന്ന ഒരു ഓർഡർ ഇതിനില്ല, ആ ഒരു സ്മെല്ല് ഇതിനില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയാ, അത് ഫൗൾ സ്മെല്ലും ഇതിന് ഇല്ല. ജസ്റ്റ് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഡീപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്മെല്ല് ഉണ്ടാവും. കാരണം ഒരു യോനിൽ നിന്ന് വരുന്നൊരു കാര്യമാണല്ലോ, അതിന് അതിൻ്റെ ആയിട്ടുള്ള ചെറിയ അനത്ത ഒരു സ്മെല്ല് മാത്രമേ ഇതിന് ഉണ്ടാവുകയുള്ളൂ. ഇനി തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്, നമ്മൾ ഫെർട്ടൈൽ ആയിട്ടുള്ള സമയത്തുണ്ടാവുന്ന നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ 2 കൈവെള്ളയിൽ ഇങ്ങനെ എടുത്തിട്ട് ഒന്നങ്ങോട്ട് നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെർട്ടൈൽ ആയിട്ടുള്ള സമയത്ത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് അങ്ങോട്ട് വലിയും. ഏകദേശം ഒരു 1 ഇഞ്ച് വരെയൊക്കെ പൊക്കത്തിൽ ഈ ഒരു ഫെർട്ടൈൽ സെർവിക്കൽ മ്യൂക്കസ് എത്തും. എന്നാൽ നേരെ മറിച്ച് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. സ്റ്റിക്കി എന്ന് പറയുന്നത് ഇങ്ങനെ ഒട്ടുന്ന തരത്തിലുള്ള സെർവിക്കൽ മ്യൂക്കസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ 2 കൈവെള്ളയുടെ ഇളയിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചിങ്ങനെ കൈ ഇങ്ങനെ വിരലിങ്ങനെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വിരലിന്റെ ഭാഗത്തുനിന്ന് വിട്ടുപോരുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും അങ്ങനെ ഒട്ടി നിൽക്കുന്ന എന്താ വഴുവഴുപ്പുള്ള ടൈപ്പുള്ള ഡിസ്ചാർജ് ആയിരിക്കില്ല ഈ ഒരു ഡിസ്ചാർജ്. ജസ്റ്റ് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡിസ്ചാർജ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഇതിന്റെ ഘടന എന്ന് പറയുന്നത് കുറച്ചൊന്ന് തിക്കായിരിക്കും. നമുക്ക് ഫോർട്ടൈൽ ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് കുറച്ച് ആ ഒരു എഗ് വൈറ്റ് ടെക്സ്ചറിലായിരിക്കും.
എഗ്ഗോയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ പച്ചമുട്ടയുടെ വെള്ള എന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ വെണ്ടക്കയൊക്കെ അരിയില്ലേ, വെണ്ടക്ക അരിയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആ വെണ്ടക്കയിൽ നിന്ന് നമുക്കൊരു വഴുവഴുപ്പ് ഉണ്ടാവില്ലേ, ഈ ഒരു ടൈപ്പ് ടെക്സ്ചർ ആയിരിക്കും നമുക്ക് ഈ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്തുള്ള സെർവിക്കൽ മ്യൂക്കസിന് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും ഇതിന് ഉണ്ടാവുന്നത്. ഇനി സാധാരണ നമുക്ക് ഈ ഒരു പീരിയഡ്സ് ആകുന്ന സമയത്തുള്ള പീരിയഡ്സ് ആകുന്ന സമയത്തുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഉണ്ടാവുന്ന വജൈനൽ ഡിസ്ചാർജ് പോലെ ക്വാണ്ടിറ്റി ഇതിന് കുറവായിരിക്കും. എപ്പോഴും നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടായിക്കണമെന്നില്ല. എന്നാൽ നേരെ മറിച്ച് ഒരു പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജുകളെ അപേക്ഷിച്ചിട്ട്, അതായത് നമുക്ക് ഫസ്റ്റ് പീരിയഡ്സ് ആയതിനു ശേഷം നമുക്ക് ഒരുപാട് വജൈനൽ ഡിസ്ചാർജുകൾ ഉണ്ടാവില്ല. നമ്മൾ പീരിയഡ്സ് അടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ച് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് എത്രത്തോളം അളവിൽ ഒരു സ്ത്രീക്ക് എപ്പോഴും ഉണ്ടാകും എന്ന് നമുക്കൊരു ഐഡിയ ഏകദേശം ഉണ്ടാവുമല്ലോ. ഇതിൽ കൂടുതൽ വജൈനൽ ഡിസ്ചാർജ് വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ പ്രഗ്നൻസി ആകുന്ന സമയത്തുള്ള നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നത് പീരിയഡ്സ് ആകുന്ന സമയത്തെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്കിതിന് ഉണ്ടാവുന്നത്. എന്നാൽ പീരിയഡ്സ് ആകുന്ന സമയത്തുള്ള നമ്മുടെ ഡിസ്ചാർജ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പാൻറ്റീസിലോ ഇടയ്ക്ക് മാത്രമായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഓവുലേഷൻ നടക്കുമ്പോഴുള്ള വജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സമയത്തൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജുകൾ കിട്ടുകയും ചെയ്യും. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള വജൈനൽ ഡിസ്ചാർജുകളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അസ്യൂം ചെയ്യാറുണ്ട്, ഇത് പ്രഗ്നൻസിയുടെ ഡിസ്ചാർജ് ആണോ, ഇത് പീരിയഡ്സിന്റെ ഡിസ്ചാർജ് ആണോ എന്ന് പലരും അസ്യൂം ചെയ്യാറുണ്ട്. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അസംഷൻ നിങ്ങൾ നിർത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു കൺസേൺ നമ്മൾ അതിന് കൊടുക്കണം. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഡിസ്ചാർജ് അബ്നോർമൽ ആയിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു ടെക്സ്ചറിൽ നമുക്ക് ഡിസ്ചാർജ് കാണുമ്പോഴോ നമ്മൾ അതിന് ജസ്റ്റ് ഒരു കൺസേൺ നമ്മൾ കൊടുക്കണം. എന്തെങ്കിലും കാര്യം ഉള്ളത് കൊണ്ടാണോ അങ്ങനെ വരുന്നത്, ആ ഒരു കൺസേൺ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പീരിയഡ്സ് ആകുന്ന സമയത്തുള്ള വജൈനൽ ഡിസ്ചാർജ് എന്നൊരു വീഡിയോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഈ ഒരു ഡിസ്ചാർജ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ പ്രഗ്നന്റ് ആവില്ല, ഈ മാസവും എന്റെ വെറുതെ ആയിപ്പോയി, അങ്ങനെ നിങ്ങൾ ഒരിക്കലും തിങ്ക് ചെയ്യരുത്. കാരണം നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവരുത്. നമ്മൾ അത്രയും ഒരു കാര്യം ചിലപ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലരിലും പ്രഗ്നൻസി സക്സസ്ഫുൾ ആയ ഒരു കമന്റ്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് കണ്ട് അവർ ശ്രദ്ധിച്ചു, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തൊക്കെ പോസിറ്റീവായി എന്ന് പറയുന്നവരുണ്ട്. ബ്ലീഡിംഗ് ഇത്രത്തോളം വന്നിട്ട് പിന്നീട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊരു കൺസേൺ അവിടെ കൊടുക്കുക. ഓവറായിട്ട് ആൻസൈറ്റിയോട് കൂടി നിന്നിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ആണ് വന്നത്, എനിക്ക് ഈ മാസവും പ്രഗ്നൻസി പോസിറ്റീവ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെൻഷൻ ആവാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ശരീരമാണ്, ഓരോ സ്ത്രീക്കും ഓരോ പ്രഗ്നൻസിയും ഡിഫറെന്റ് ആയിരിക്കും. ഒരു സ്ത്രീക്ക് തന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡിസ്ചാർജ് ആണ് വന്നത്, എനിക്ക് പീരിയഡ്സ് മാത്രമേ ആവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഈ ഡിസ്ചാർജ് ആണ് വന്നത്, എനിക്ക് പ്രഗ്നൻസി തന്നെയാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് പാടില്ല. ജസ്റ്റ് നമ്മൾ അതിനൊരു പരിഗണന കൊടുക്കുക. എന്തെങ്കിലും മാറ്റം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒരു പരിഗണന മാത്രം അവിടെ കൊടുക്കുക. ആ ഒരു പരിഗണന അവിടെ കൊടുത്തതിന് ശേഷം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കെയർ നിങ്ങൾ ശരീരത്തിൽ കൊടുക്കുക. പുറത്തുനിന്ന് പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നതിന്റെ സമയത്തോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിച്ച് കുടിക്കുന്നതിന്റെ സമയത്തോ നിങ്ങൾ അതിലൊരു ശ്രദ്ധ കൊടുക്കുക. പുറത്തുനിന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ കഴിയുന്ന രീതിക്ക് നമ്മൾ ചെയ്ത് നമ്മുടെ ശരീരത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓവറായിട്ട് കൺസേൺ കൊടുക്കരുത്. ഓരോ സ്ത്രീക്കും ഓരോ പ്രഗ്നൻസിയും ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.